സർവകലാശാലയുടെ സെനറ്റ് യോഗം ഇന്ന് ചേരാനിരിക്കുകയാണ്. ഗവർണർ നോമിനേറ്റ് ചെയ്ത 18 അംഗങ്ങൾ പങ്കെടുക്കുന്ന ആദ്യത്തെ യോഗമാണ്. ഇതിൽ 9 പേർ സംഘപരിവാർ അനുകൂലികളാണെന്നാണ് SFI ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകൾ ഉന്നയിക്കുന്ന ആരോപണം. ഇവരെ ആ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് SFIയുടെ ശക്തമായ സമരം ഇന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാർ അനുകൂലികളായ സെനറ്റ് അംഗങ്ങൾക്കെതിരെ ആണ് SFIയുടെ പ്രതിഷേധം. പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ തന്നെ. ഈ യോഗത്തിലേക്ക് സെനറ്റ് യോഗത്തിലേക്ക് എത്തിയ ആളുകളെയൊക്കെ പേര് ചോദിച്ചാണ് SFI പ്രവർത്തകർ അകത്തേക്ക് കടത്തിവിട്ടിരുന്നത്. പത്മശ്രീ ജേതാവ് അടക്കം ഇപ്പോഴും പുറത്തു നിൽക്കുകയാണ്. ഈ സെനറ്റ് ഹാളിന്റെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോഴും SFIയുടെ പക്കലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശക്തമായ പോലീസ് കാവലുണ്ട് അവിടെ. പ്രവർത്തകരെയൊക്കെ ബലം പ്രയോഗിച്ചും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ 10 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ ആ സെനറ്റ് യോഗം ഇതുവരെ തുടങ്ങിയിട്ടില്ല. കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ NK ജയരാജ് ഒക്കെ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രവർത്തകരെ വലിച്ചിഴച്ചുകൊണ്ട് അവിടെ നിന്ന് മാറ്റുകയാണ്. ഇനിയും 50ഓളം പ്രവർത്തകർ അവിടെ ആ ഹാളിന് പുറത്ത് പ്രതിഷേധിക്കുന്നുണ്ട്. മുദ്രാവാക്യങ്ങളുമായി അവരെ പോലീസ് ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് നീക്കുകയാണ്. ജയപ്രകാശ് നമുക്കൊപ്പം വിവരങ്ങളുമായി തുടരുന്നുണ്ട്. JP, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? സെനറ്റിന് യോഗം ചേരാൻ കഴിയുമോ ഇന്ന്? ഇപ്പോഴും ഈ പ്രവർത്തകരെ, ഈ സെനറ്റിലേക്ക് എത്തിയ അംഗങ്ങളെ കടത്തിവിടുന്നില്ലേ SFI? ആളുകളെ, ഈ പ്രവർത്തകരെ മാറ്റാൻ കഴിയുന്നുണ്ടോ പോലീസിന്? പ്രവർത്തകരെ ഇപ്പോഴും പൂർണ്ണമായി അറസ്റ്റ് ചെയ്ത് മാറ്റാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഓരോരുത്തരെയായി ബലം പ്രയോഗിച്ച് വലിച്ചുകൊണ്ട് വാഹനത്തിൽ കയറ്റുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 100ഓളം പ്രവർത്തകരാണ് സെനറ്റ് ഹാളിന്റെ പ്രധാന കവാടത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടിരുന്നത്. അതിൽ പകുതിയോളം പേരെയും ഇതിനോടകം തന്നെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. സെനറ്റിന്റെ തന്നെ മറ്റൊരു വഴിയിൽ ഇപ്പോഴും SFI പ്രവർത്തകർ ശരി ജയപ്രകാശ്, എന്തായാലും ഇപ്പോഴും സെനറ്റ് യോഗം ചേർന്നിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സെനറ്റ് യോഗത്തിനെത്തിയ അംഗങ്ങൾ ഇപ്പോഴും ആ ഹാളിന് പുറത്ത് നിൽക്കുകയാണ്. ഇപ്പോഴും SFI നിയന്ത്രണത്തിൽ തന്നെയാണ് ആ സെനറ്റ് ഹാൾ ഉള്ളത്. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്.